ഫിലിം കേരളയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ അടുത്തൊരു വമ്പൻ റെക്കോർഡ് കൂടി ഇന്ന് ദിവസം പറഞ്ഞിരിക്കുകയാണല്ലോ. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ കഴിഞ്ഞ 21 ദിവസം തിയേറ്ററുകളിൽ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അങ്ങനെ മോളിവുഡിലെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. 175 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തതോടെയാണ് 2018 എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ഇൻഡസ്ട്രിയുടെ വിജയ നേട്ടം കൈവരിച്ച സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്നത്. 175 കോടി 50 ലക്ഷം രൂപയായിരുന്നു 2018 എന്ന ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ടൊവിനോ, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ തുടങ്ങി നിറയെ താരങ്ങൾ അഭിനയിച്ച 2018 എന്ന സിനിമയുടെ കളക്ഷൻ 2023 വർഷം മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 ആ ഒരു റെക്കോർഡ് 10 മാസം പോലും തികച്ച് ഹോൾഡ് ചെയ്യാനായിട്ട് നിലവിൽ മഞ്ഞുമൽ ബോയ്സ് പിള്ളേർ അനുവദിച്ചില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് മറികടന്നിരിക്കുന്നത്. ഇക്കാര്യം ഒഫീഷ്യലായിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ്. ഇൻഡസ്ട്രി സ്റ്റാറ്റസ് മഞ്ഞുമൽ ബോയ്സ് നേടിയെടുത്തിരിക്കുന്നു എന്നാണ് സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പിഴവ് പറ്റിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തു വന്നതുകൊണ്ട് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഒരിക്കലും നേടിയെടുക്കാനായിട്ട് കഴിയില്ല. ഇൻഡസ്ട്രി സ്റ്റാറ്റസ് എന്തെന്നാൽ ഒരു ഇൻഡസ്ട്രിക്ക് കീഴിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയാണ് പ്രധാനമായിട്ടും ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നേടിയെടുത്ത മലയാളം സിനിമ എന്നൊക്കെ പൊതുവെ പറയാറുള്ളത്. മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് മോളിവുഡിന് കീഴിലുള്ള സംസ്ഥാനം കേരളമാണ്. അതേസമയം കോളിവുഡ് തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് കീഴിലുള്ളത് തമിഴ്നാടാണ്. സാൻഡൽവുഡ് ഇൻഡസ്ട്രി അതായത് കന്നഡ സിനിമ ഇൻഡസ്ട്രിക്ക് കീഴിലുള്ള സംസ്ഥാനം അത് കർണാടകയാണ്. അതേസമയം ആന്ധ്രാപ്രദേശ്, തെലങ്കാന കളക്ഷൻ വെച്ചാണ് ടോളിവുഡ് സിനിമകളുടെ അതായത് തെലുഗു സിനിമകളുടെ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് അളക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് നിലവിൽ മഞ്ഞുമൽ ബോയ്സ് അല്ല, അത് 2018 ആണ്. 2018 കേരള കളക്ഷൻ മാത്രം 89 കോടിയാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെത് 21 ദിവസങ്ങൾ കൊണ്ട് 56 കോടി രൂപയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നിലവിൽ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് അല്ല, മറിച്ച് വേൾഡ് വൈഡ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇതിനിടയിൽ മഞ്ഞുമൽ ബോയ്സ് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ച് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നേടിയെടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ ഒരു വിലയിരുത്തൽ എന്തെന്നാൽ 2018 ഫൈനൽ കളക്ഷനായ 89 കോടി രൂപയ്ക്ക് മുകളിലേക്കെല്ലാം തന്നെ മഞ്ഞുമൽ ബോയ്സിന് നിലവിൽ കേരള ബോക്സ് ഓഫീസ് ട്രെൻഡ് വെച്ച് നേടിയെടുക്കാനായിട്ട് കഴിയില്ല. ഫൈനൽ കേരള കളക്ഷൻ 60-80 കോടി റേഞ്ചിലാണ് നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ കേരള, ഫൈനൽ വേൾഡ് വൈഡ് എല്ലാം തന്നെ അറിയാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.